ഇടുക്കി മാൻകുത്തിമേട്ടിലെ കാരവാൻ പാർക്ക് തുറന്നു പ്രവർത്തിപ്പിച്ചതിൽ ഇടപെട്ട് റവന്യൂ വകുപ്പ്. തുറന്ന കാരവാനുകൾ വീണ്ടും പൂട്ടി സീൽ ചെയ്തു. പിഴുതുമാറ്റിയ ബോർഡും പുനഃസ്ഥാപിച്ചു. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച കാരവാൻ പാർക്ക് ഉടമയ്ക്കെതിരെ കേസെടുക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശവും നൽകി. കേരള വിഷൻ ന്യൂസ് ഇംപാക്ട്. ഉടുമ്പൻചോല മാൻകുത്തിമേട്ടിൽ റവന്യൂ വകുപ്പ് സീൽ ചെയ്തിരുന്ന കാരവാൻ പാർക്ക് കോടതി ഉത്തരവ് ലംഘിച്ച് തുറന്നത് റവന്യൂ വകുപ്പ് വീണ്ടും പൂട്ടി സീൽ ചെയ്തു. തൽസ്ഥിതി തുടരണമെന്നും നിർമ്മാണം തുടർന്നാൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ താക്കീത് നൽകി. ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെ റവന്യൂ വകുപ്പ് കയ്യേറ്റ ഭൂമി ഏറ്റെടുത്ത് സ്ഥാപിച്ച ബോർഡടക്കം പിഴുതുമാറ്റി സർക്കാർ ഭൂമിയിൽ പ്രവേശിക്കുകയും ഇവിടെ സീൽ ചെയ്തിരുന്ന കാരവാനുകൾ സീൽ തകർത്ത് തുറക്കുകയും ചെയ്തത് കേരള വിഷൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്ത പുറത്തു വന്നതോടെ വിഷയത്തിൽ ഇടപെടൽ നടത്താൻ റവന്യൂ മന്ത്രി കെ രാജൻ ഇടുക്കി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റവന്യൂ ഉദ്യോഗസ്ഥർ നേരിട്ട് സ്ഥലത്തെത്തുകയും തുറന്നിരുന്ന കാരവാനുകൾ പൂട്ടി സീൽ ചെയ്യുകയും ഒപ്പം പിഴുതുമാറ്റിയ ബോർഡ് പുനഃസ്ഥാപിക്കുകയും ചെയ്തത്. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് അനധികൃത നിർമ്മാണമടക്കം നടത്തിയ കാരവാൻ ഉടമയ്ക്കെതിരെ കേസെടുക്കാനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉടുമ്പൻചോല LR തഹസിൽദാർ ശ്രീരാമകൃഷ്ണൻ, ഡെപ്യൂട്ടി തഹസിൽദാർ ജെയ്സൺ ജോർജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കാരവാൻ പാർക്ക് വീണ്ടും പൂട്ടി സീൽ ചെയ്തത്. തൽസ്ഥിതി തുടരണമെന്ന കോടതി ഉത്തരവ് ലംഘിച്ച് നിർമ്മാണം നടത്തിയതടക്കം റവന്യൂ വകുപ്പ് കോടതിയെയും അറിയിക്കും. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. എന്റെ ഭൂമി സമഗ്ര ഭൂവിവര സംവിധാനം നിലവിൽ വരുന്നതോടെ ഭൂമിയുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ വിതരണത്തിൽ വരുന്ന പ്രതിസന്ധികൾ വേഗത്തിൽ തീർപ്പാക്കാൻ സാധിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കേരളം ലോകത്തിനു മുൻപിൽ അവതരിപ്പിക്കുന്ന 2ാം ഭൂപരിഷ്കരണ നിയമം